പിനാക, സ്മർച്ച, ബ്രഹ്മോസ്, സൂര്യാസ്ത്ര, പ്രളയ്. ഇന്ത്യയുടെ മാരക ആയുധങ്ങളുടെ പേരുകളാണ് ഇത്. ഇവർ ഒരുമിച്ച് അണിനിരന്നാലോ? പാകിസ്ഥാനും ചൈനയ്ക്കും മറുപടി ഇനി ഇവയിലൂടെ നൽകും ഇന്ത്യയുടെ റോക്കറ്റ് ഫോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. പ്രതിരോധ നിരയിലെ അടുത്ത അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം. ഇന്ത്യൻ പ്രതിരോധ ശൃംഖല കൂടുതൽ ശക്തമാക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിലേക്ക് അടുക്കുകയാണ്. അടുത്ത സ്വാതന്ത്ര്യ ദിനം ആകുമ്പോഴേക്കും പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള പരമ്പരാഗത ആയുധങ്ങൾ, അതിന്റെ ശക്തമായ നിര തന്നെയാണ് ഇന്ത്യ സജ്ജമാക്കുന്നത്. ഓഗസ്റ്റ് 15 നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ ഇരുമ്പ് ഡോമിന് തുല്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിയെ സുദർശൻ ചക്ര എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇത് വിഷ്ണുദേവനുമായി ബന്ധപ്പെട്ട ഹിന്ദു പുരാണങ്ങളിലെ ഒരു പദമാണ്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങൾക്കും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ചുറ്റും ഒരു തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇന്ത്യ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കും. അതിനൊപ്പം റോക്കറ്റ് സേനയുടെ ആധുനികവൽക്കരണവും ഇസ്ലാമാബാദിൽ നിന്നുള്ള പ്രതികരണത്തെ നിർവീര്യമാക്കാനുള്ള കഴിവ് നിലനിർത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ ഇഷ്ടാനുസരണം മിസൈൽ ആക്രമണം നടത്താൻ സാധിക്കും എന്ന വ്യാജ സുരക്ഷാ ബോധം നൽകും. ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ പരമ്പരാഗത മിസൈൽ ശക്തിയിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ ഈ ആശയം പാകിസ്ഥാനെ നിർബന്ധിതരാക്കുന്നു എന്ന സൂചനകളുമുണ്ട്. മേഖലയിലെ പരമ്പരാഗത പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ തങ്ങളുടെ പരമ്പരാഗത മിസൈൽ ശക്തി വൈവിധ്യവൽക്കരിക്കുകയും സൂപ്പർസോണിക് ക്രൂയിസ്, ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമായി മാറിയിരിക്കുകയാണ്. ഇത്തരം സ്വഭാവ സവിശേഷതകളുള്ള മിസൈലുകളെ ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തടസ്സപ്പെടുത്താൻ പ്രയാസമായിരിക്കും. അങ്ങനെ ARFന്റെ ശേഷിയും വിശ്വാസ്യതയും ശക്തിപ്പെടുത്തും. കഴിഞ്ഞ വർഷം ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ അതിർത്തി കടന്ന് ഇന്ത്യ നടത്തിയ മിസൈൽ, ആർട്ടിലറി, ഡ്രോൺ ആക്രമണങ്ങളോടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം. ഈ 88 മണിക്കൂർ യുദ്ധത്തിൽ നേരിട്ടുള്ള ശാരീരിക ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി അത്യാധുനിക സാങ്കേതിക വിദ്യയും സൈബർ ഓപ്പറേഷനുകളും കൃത്യതയാർന്ന മിസൈൽ ആക്രമണങ്ങളും വഴി നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്ന നോൺ കോൺടാക്ട് വാർഫെയർ രീതിയാണ് ഇന്ത്യ ഉപയോഗിച്ചത്. പാകിസ്ഥാൻ തങ്ങളുടെ ഡ്രോണുകളും ഫത്ഹ റോക്കറ്റുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമണങ്ങളെ പൂർണ്ണമായും പ്രതിരോധിച്ചു. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ റഡാറുകൾ തകർന്നു. അവരുടെ തന്ത്രപ്രധാനമായ 11 എയർബേസുകൾക്ക് കനത്ത പ്രഹരം നൽകാനും ഇന്ത്യക്ക് സാധിച്ചു. ഇതോടെയാണ് പാകിസ്ഥാൻ സമാധാന ചർച്ചകൾക്ക് മുതിർന്നത്. ഇന്ത്യയുമായുള്ള തങ്ങളുടെ യുദ്ധത്തിൽ തങ്ങളുടെ ആണവായുധ ഭീഷണികൾ ഫലിക്കില്ല എന്നും പരമ്പരാഗത യുദ്ധമുറകളിൽ മാറ്റം വരുത്തണമെന്നും പാകിസ്ഥാൻ മനസ്സിലാക്കുകയായിരുന്നു. 140 കിലോമീറ്റർ പരിധിയുള്ള ഫാത്ഹ് 1, 400 കിലോമീറ്റർ പരിധിയുള്ള ഫാത്ഹ് 2 ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഹരിയാനയിലെ സിർസയ്ക്ക് സമീപം ഇന്ത്യ ഇത് വെടിവെച്ചിടുകയും ചെയ്തു. ചൈനീസ് നിർമ്മിത A100 റോക്കറ്റ് സിസ്റ്റം, ഇതാണ് ഈ ഫോഴ്സിന്റെ പ്രധാന ആയുധങ്ങൾ. ഇതിനു പുറമെ ചൈനയിൽ നിന്ന് 5ാം തലമുറ യുദ്ധവിമാനമായ J-35 വാങ്ങാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും പാകിസ്ഥാന്റെ ഈ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യവും സമാനമായ ഒരു കമാൻഡ് ഘടനയെക്കുറിച്ച് ആലോചിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ റോക്കറ്റ് ഫോഴ്സ്. തുടക്കത്തിൽ പറഞ്ഞ ആ മാരക ആയുധങ്ങളൊക്കെ ചേർന്ന റോക്കറ്റ് ഫോഴ്സ്, അത് ഇന്ത്യയുടെ കവചമായി ഇന്ത്യയുടെ ചുറ്റും ഉള്ളപ്പോൾ പാകിസ്ഥാൻ എന്നല്ല, ചൈനയ്ക്കെന്നല്ല, ഇന്ത്യയെ തൊടാൻ ഒരു രാജ്യം പോലും, ഒരു ശത്രു രാജ്യം പോലും മുതിരുകയില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.